പല ഹോസ്പിറ്റൽസിലും നമ്മളിന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ഡോക്ടർക്ക് ആ രോഗിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും, ആ ആശുപത്രിക്കുള്ള സംവിധാനം ഉണ്ടാവും, പക്ഷേ അവിടുത്തെ ബില്ല് റോഡ് ബ്ലോക്കായി മാറും. ഇതിൽ മാറ്റം വരണം. വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ടെക്നോളജി കൊണ്ടുവരണം. പക്ഷേ എല്ലാ ടെക്നോളജിയും പ്രോഫിറ്റബിൾ ആയിരിക്കുമോ? ഇല്ല, ഒരിക്കലും. ഇത്ര ചേർണിംഗ് ഉള്ള വേറൊരു ഇൻഡസ്ട്രി ഉണ്ടാവില്ല. വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് ദാറ്റ് ഈസ് ദയർ റൈറ്റ് നൗ? 5 years മേ ബി അത് ഒബ്സൊലീറ്റ് ആവും. അപ്പോൾ നമുക്കപ്പം പേഷ്യൻ്റ് അത് അത്രയും കോസ്റ്റ് ആവും, അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള പോവഴി ഇവിടെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് എടുക്കും, സപ്പോർട്ട് ആവും. അപ്പോൾ നമ്മൾ ഒരാളും പൈസ ഇത്ര അഡ്വാൻസ് അടിച്ചാലേ ചെയ്യുള്ളൂ എന്ന് പറയാറില്ല. റോബോട്ടിക്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് കാലത്ത് 7 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തും, 9 മണിക്ക് നമ്മൾ സർജറി എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ഡിന്നർ ഈ പേഷ്യൻ്റ് വീട്ടിൽ പോയി കഴിക്കണം. For every bed that is created, you create a job opportunity of around 4 to 4.5 people get employed out of it. പ്രൈസ് ഓഫ് ഹെൽത്ത് കെയർ അത് വളരെയധികം ക്വാളിറ്റി ഉണ്ടായിരിക്കാം, ടെക്നോളജി ഉണ്ടായിരിക്കാം, പക്ഷേ ദ കോസ്റ്റിംഗ് വിൽ സ്കൈ റോക്കറ്റ് എന്നുള്ളൊരു പേടിയാണ് പലർക്കും ഉള്ളത്. വാട്ട് ഡു യു ഹാവ് ടു സേ അബൌട്ട് ഇറ്റ്? ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു അവർ ഷോ. ഇന്ന് ഇൻ ഫോക്കസിൽ കേരളത്തിലെ പേഷ്യൻ്റ് ആൻഡ് ഹെൽത്ത് കെയർ സെക്ടറിൽ വരുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് വി ഹാവ് വിത്ത് us a wonderful panel. Let me welcome and introduce Mr. Farhan Yasin. He is a CEO and the director of Krishna Institute of Medical Sciences Kerala chapter, and with him is Mr. Arjun Vijay Kumar. He is the CFO and the director of Krishna Institute of Medical Sciences Kerala chapter, and we have Dr. P. Ravindran with us. He is a medical director of Krishna Institute of Medical Sciences, Srichand, Kannur, and he is also an interventional cardiologist. Sante kadagalakke kekam bhayangara rasana. We'll get into that a little later. He has just done some major surgeries and he's so happy and thrilled about it on 80 and 85-year-old people, alle? And we're going to talk about it. But before we get into the nitty-gritties, ഞാൻ ഒന്ന് നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചോട്ടെ, ഇത് എന്താണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? ചിലപ്പോൾ നിപ്പ കേൾക്കാം, ചിലപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് അമീബ, ബ്രെയിൻ ഈറ്റിംഗ് അമീബ, ദാറ്റ് ഇസ് അമീബിക് എൻസെഫലൈറ്റിസ്. നമ്മുടെ കേരളത്തിൽ നിങ്ങൾ ഈ ഹെൽത്ത് കെയർ സെക്ടറിൽ എത്രയോ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നു. വാട്ട് ഡു യു തിങ്ക് ഇസ് വെരി യുണീക്ക് ടു കേരള ഫ്രം എ ഹെൽത്ത് കെയർ പെർസ്പെക്റ്റീവ്? We diagnose things fast. And we get into a conclusion very fast. And that might be the only reason that you are knowing that such kind of illness are there in the society. മറ്റു സ്റ്റേറ്റിൽ ചിലപ്പം ഇത്രയും ഡയഗ്നോസ് ചെയ്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകളും സിറ്റിയാണ്. കേരളം ഒരു സിംഗിൾ സിറ്റിയായിട്ട് നമുക്ക് കാണാവുന്ന കാര്യമില്ല. എല്ലാ ജില്ലകളിലും ഹെൽത്ത് കെയർ സിസ്റ്റമുണ്ട്, സ്ട്രോങ് സിസ്റ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ അസുഖം വന്നാലും അത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം ഇപ്പം നിങ്ങൾ യു പിയിലോ അല്ലെങ്കിൽ കർണാടകയൊക്കെ എവിടെ പോയാലും, കർണാടകയിൽ ബാംഗ്ലൂർ എന്നൊരു വലിയൊരു സിറ്റി ഉണ്ട്, പക്ഷേ ബാംഗ്ലൂർ അതിൻ്റെ പെരിഫറൽ ഏരിയ ഇന്നും ബ്ലാങ്ക് ആണ്. അവിടെ ചിലപ്പോൾ ഒരു ആശുപത്രി തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ തന്നെ കാണാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സോ ഇൻ ദാറ്റ് വേ കേരള ഈസ് ബ്ലെസ്ഡ്. വുഡ് യു ലൈക്ക് ടു ആഡ് സംതിങ് ടു ഇറ്റ്? ഈ അസുഖങ്ങളൊക്കെ മുമ്പേ ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് പക്ഷേ മുമ്പൊക്കെ ഒരാൾക്ക് ചെസ്റ്റ് പെയിൻ വന്നാൽ അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയ ഹോസ്പിറ്റൽസ് ഇല്ല, അത്രയും നല്ല ഡോക്ടേഴ്സ് ഇല്ല. അപ്പോൾ അവർ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വന്ന് മേ ബി ഒരു സർജറി ചെയ്യണം, അവർക്ക് ജനറൽ സർജറി ചെയ്യണം. അപ്പോൾ ഒരു ഈസി എടുക്കുമ്പോഴാണ് മുമ്പ് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ അതിൻ്റെ തെളിവ് കാണുന്നത്. പിന്നെ മുമ്പൊക്കെ ഞാൻ ഇപ്പോൾ MBBS ഒക്കെ പഠിക്കുമ്പോൾ ലേറ്റ് 70s early 80s അന്നൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്നാലും മെഡിക്കൽ കോളേജ്, അന്ന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് നോർത്തിലെ 5 ജില്ലകൾക്ക് വേണ്ടിയുള്ള ഒരേ ഒരു മെഡിക്കൽ കോളേജ്. 5 എന്നാൽ ഇപ്പോൾ 7 ജില്ലയാണ്. അന്ന് വയനാടും കാസർഗോഡും ഇല്ല. അപ്പോൾ അതില്ലാത്ത 5 ജില്ലകൾക്കില്ല, പാലക്കാട് വരെയുള്ള ജില്ലകളിൽ മെഡിക്കൽ കോളേജാണ്. അന്ന് ഹാർട്ട് അറ്റാക്ക് വന്നാലും ജനറൽ മെഡിസിൻ്റെ ജനറൽ വാർഡിലാണ് പേഷ്യൻറ്റ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കാർഡിയാക് ഡിപ്പാർട്ട്മെൻറ്റിൽ ആകെ 5 ICU ബെഡേ ഉള്ളൂ. ഈ 5 ജില്ലയ്ക്ക് വേണ്ടി ഓൺലി 5 ICU ബെഡ്സ്, അതേ ഉള്ളൂ. CCU ബെഡ്സ് കംപ്ലീറ്റ്ലി ചേഞ്ച്. അപ്പോൾ ഇപ്പോൾ ഏർലി ഡയഗ്നോസിസ്, അത് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്. മുമ്പൊക്കെ മെഡിസിൻസ് ഇല്ല, ഈ ത്രോംബോലൈസിസ് പറഞ്ഞ മെഡിസിൻ പോലും ഇല്ല അന്ന്. അത് വന്നു, പിന്നെ ഇൻ്റർവെൻഷൻസ് വന്നു. ഇപ്പോൾ എല്ലാം ബ്ലോക്കുകൾ കൊണ്ട് അന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ബൈപ്പാസ് ചെയ്യണമെങ്കിൽ ഇപ്പം ബൈപ്പാസിന് വില്ലിംഗ് ആണെങ്കിൽ മാത്രമേ ആൻജിയോഗ്രാം ചെയ്യുള്ളൂ, അത് ആൻജിയോപ്ലാസ്റ്റി ഇല്ല. അപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഉടനെ ആൻജിയോപ്ലാസ്റ്റിയാണ്, ആ ഒരു ഇഞ്ചക്ഷനെ പറ്റി പറയാറില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു വലിയ മാറ്റങ്ങൾ വന്നു.
ഈ വൈറസസ് ഒക്കെ വരുന്നത് ഐ തിങ്ക് ടു ഡു വിത്ത് ദ ചേഞ്ച് ഇൻ ദ സോഷ്യൽ സറൗണ്ടിങ്സ്. അതും ഒന്ന്, പിന്നെ ഈ എക്സ്റ്റൻസീവ് ഇന്റർനാഷണൽ ട്രാവൽസ്, അതുകൊണ്ട് ഗ്ലോബൽ വാർമിങ്, ട്രാവലിംഗ്. അപ്പോൾ ആൾക്കാർ വേറെ സ്ഥലത്തുള്ള അസുഖങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ട്രാവലിംഗ്. ഈ ചിക്കൻ ഗുനിയ, ഡെങ്കു ഇതൊന്നും മുമ്പ് കേരളത്തിൽ ഇല്ല. അപ്പോൾ അതൊക്കെ വന്നത് ഈ ട്രാവലിംഗ് കൂടെ ആവാം. പഴയ ആഫ്രിക്കൻ കൺട്രീസിലെ പല അസുഖങ്ങൾ, അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വരാൻ കാരണം ഈ ട്രാവലിംഗ് ആവാം. ഡോക്ടർ, ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കേരളത്തിൽ ഇപ്പം നമ്മുടെ ഒരു 4-5 കിലോമീറ്റർ റേഡിയസിൽ തന്നെ ഒരു ചെറിയ ടൗണിൽ പോയാലും 1-2 ആശുപത്രികൾ കാണും. ഓൾമോസ്റ്റ് 2700 ഓഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ ആശുപത്രി ഉണ്ടാക്കാനുള്ള റിക്വയർമെൻറ്റ്, നീഡ്, അത് എക്സിസ്റ്റിംഗ് സൊസൈറ്റിയിലുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് യു ഹാവ് സ്റ്റാർട്ടഡ് 2 ന്യൂ ഹോസ്പിറ്റൽസ്, കിംസ് ശ്രീചന്ദ് ആൻഡ് കിംസ് ഇൻ കൊല്ലം, വലിയത്ത്. അപ്പോൾ is there a requirement, is there a need, is there a gap, how do you see it? സോ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പം ധന്യ പറഞ്ഞ 14 ഡിസ്ട്രിക്ട്സ് ഉണ്ടെങ്കിലും 14 ഡിസ്ട്രിക്ട്സ് ഹോസ്പിറ്റൽസ് അവൈലബിൾ ആണ്, ഇല്ലെന്ന് പറയാനൊക്കില്ല. എന്നിരുന്നാലും ഇന്നോവേഷൻസ് ഇൻ ടെക്നോളജി, ന്യൂ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഇനിയും കേരളത്തിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയൊരു ബ്ലസ്ഡ് എന്താണെന്ന് വെച്ചാൽ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഒരേപോലെ സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കോവിഡ് വന്നു, കോവിഡിൽ കേരള മോഡൽ ഹെൽത്ത് കെയർ ലോകരാഷ്ട്രങ്ങൾ തന്നെ നോക്കി നിൽക്കുന്ന ഒരു സംഭവം. അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ഇന്നും അത് ഒരുമിച്ച് ഏകോപിച്ച് കൊണ്ടുപോകാൻ പറ്റിയവർക്ക്, ഇപ്പോൾ പബ്ലിക് സെക്ടറിനെയും പ്രൈവറ്റ് സെക്ടറിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റി. അന്ന് ആ ഒരു കോർഡിനേഷൻ വർക്ക് നമ്മൾ നന്നായി ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം റോബോട്ടിക് സർജറി, ഇപ്പം നമ്മൾ കണ്ണൂർ എന്തുകൊണ്ട് ആദ്യം സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു നോർത്തേൺ കേരളയിൽ കാസർഗോഡ് ജില്ല ഇന്നും ഹെൽത്ത് കെയർ പിന്നോട്ടാണ് നിൽക്കുന്നത്. ഇനിയും അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഇല്ല, അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ ഇന്നും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൻ്റെ എണ്ണം വളരെ കുറവാണ്. കാസർഗോഡ് ജില്ലക്കാർ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ കണ്ണൂരോ കോഴിക്കോടോ ആയിരിക്കാം, അല്ലെങ്കിൽ മംഗലാപുരത്തേക്കായിരിക്കും, തൊട്ടടുത്ത സംസ്ഥാനത്താണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണൂരിൽ നമ്മൾ എന്തുകൊണ്ട് ആദ്യത്തെ ഹോസ്പിറ്റൽ കിംസ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഫസ്റ്റ് ഹോസ്പിറ്റൽ കണ്ണൂരിൽ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ കണ്ണൂരിൽ ഇനിയും ഹെൽത്ത് കെയറിലേക്ക് കുറേ കൂടി മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട്. എനിക്കറിയാം, നമ്മളെല്ലാം മുന്നേ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ കണ്ണൂരിൽ ഒരു റീനൽ ട്യൂമർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നെഫ്രക്ടമി ചെയ്യണമെങ്കിൽ, റോബോട്ടിക് നെഫ്രക്ടമി ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ആ പേഷ്യൻ്റ് കൊച്ചിയിലേക്ക് വരണം, അല്ലെങ്കിൽ ഈ പേഷ്യൻ്റ് ബാംഗ്ലൂരോ മംഗലാപുരത്തേക്കോ പോകണം. കണ്ണൂരിൽ ഒരു പേഷ്യൻ്റ് കൊച്ചിയിൽ വന്ന് ഒരു റോബോട്ടിക് നെഫ്രക്ടമി ചെയ്യണമെങ്കിൽ മിനിമം 7 ദിവസം മുതൽ 10 ദിവസം കൊച്ചിയിൽ താമസിക്കണം. ഇവരുടെ ലൈഫ് മൊത്തത്തിൽ ബാധിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിച്ച എന്തുകൊണ്ട് ഈ റോബോട്ടിക് സർജറി കണ്ണൂരിൽ തുടങ്ങിക്കൂടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ണൂർ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുകയും അവിടെ റോബോട്ടിക് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി കൊണ്ടുവരികയും സാറിനെ പോലെയുള്ള ഒരു വലിയൊരു ടീം നമ്മുടെ കൂടെ ഉണ്ട്. സാർ മെഡിക്കൽ ഡയറക്ടറാണ്. അപ്പോൾ അതോടെ തന്നെ ഇത് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരെ നമ്മൾ കണ്ടെത്തി. ഇന്ത്യയിൽ പല ഭാഗത്തും നമ്മൾ പോയി കണ്ടെത്തി. നമ്മുടെ ഹോസ്പിറ്റൽ തുടങ്ങുന്നതിന് ഒരു 6 മാസം മുന്നേ നമ്മൾ ടെക്നോളജി കൊണ്ടുവരുന്ന മുന്നേ ടെക്നോളജി ചെയ്യാൻ അറിയുന്ന ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യലാണ് ആദ്യം ചെയ്തത്. അതായത് നല്ല നല്ല ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും ടെക്നീഷ്യൻസിനെയും എല്ലാവരും കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. പിന്നെ എല്ലാവർക്കും ഈ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, കൺവിൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ സിനിമയിൽ പറയുമ്പോൾ പച്ചപ്പും ഹരിതാപവും നമ്മൾ പറച്ചിലേ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഈ പച്ചപ്പും ഹരിതാപം തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. അതെ അതെ. ഞാൻ മിസ്റ്റർ അർജുനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ ഈ ഇൻഡസ്ട്രിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഗ്രോത്ത് ഉള്ളൊരു ഇൻഡസ്ട്രിയാണ്. അപ്പം നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് ദിസ്, അതൊരു പുതിയ ഹോസ്പിറ്റൽ, ഒരു പുതിയ സ്പേസിൽ ഉണ്ടാവുമ്പോൾ ഹൗ ഡു യു സീ ദ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പണിങ് അപ്പ്? അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ പോപ്പുലേഷൻ, അവിടുത്തെ ആൾക്കാർക്ക്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ഡോക്ടേഴ്സ് മാത്രമല്ല, അല്ലാതുള്ള സ്കിൽഡ് ആയിട്ടുള്ള അല്ലാതുള്ള ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഹൗ ഡു യു തിങ്ക് കേരളത്തിൽ തന്നെ ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ എത്ര വലിയൊരു ലീപ്പ് ഉണ്ട് ഇൻ ടേംസ് ഓഫ് ടേൺ ഓവർ ഓർ ഗ്രോത്ത്? ഈ ഹോസ്പിറ്റൽസിൽ തുടങ്ങുമ്പോൾ ഒരു വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്. നമ്മൾ ഇന്നൊരു കാത്ത് ലാബിൽ ഒരു 5 crore സ്പെൻഡ് ചെയ്ത് ബ്രിങ് ഇറ്റ് ഇൻ, ഒരു 5 years ആകുമ്പോഴത്തേക്കും ദർ ഇസ് സംതിങ് ദാറ്റ് ഇസ് ബ്രാൻഡ് ന്യൂ, ദാറ്റ് ഇസ് അവൈലബിൾ, വിച്ച് ഇസ് ഫാർ ബെറ്റർ ദാൻ വാട്ട് യു ഹവ് ഇൻസ്റ്റാൾഡ്. അപ്പോൾ ഇത്ര ചേർണിംഗ് ഉള്ള വേറൊരു ഇൻഡസ്ട്രി ഉണ്ടാവില്ല. വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് ദാറ്റ് ഈസ് ദയർ റൈറ്റ് നൗ? 5 years മേ ബി അത് ഒബ്സലീറ്റ് ആവും. അങ്ങനത്തെ ഒരു മേ ബി വേറെ ഇൻഡസ്ട്രീസ് ഉണ്ടാവാം, ബട്ട് ടു വാട്ട് എവർ ലിമിറ്റഡ് നോളജ് ദാറ്റ് ഐ ഹാവ്, ഹെൽത്ത് കെയറിൽ പോലെ ഇത്രയ്ക്ക് പെട്ടെന്ന് പുതിയ ഇൻവെൻഷൻസ് വരുന്ന വേറൊരു ടെക്നോളജി ഉണ്ടാവും, വേറൊരു ഫീൽഡ് ഉണ്ടാവില്ല.
അപ്പോൾ അവിടെയാണ് ഈ 2600 ഹോസ്പിറ്റൽസ് ഉണ്ടായിട്ടും വൈ ഡു യു ഹാവ് മോർ ആൻഡ് മോർ പീപ്പിൾ കമ്മിങ് ഇൻ ബിക്കോസ് ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് തിങ്. സോ അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ the level of patient care will always suffer. Because ultimately നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അയാളെ ഡിസ്ചാർജ് ചെയ്യാം. ബിക്കോസ് അത് പറഞ്ഞ പോലെ വാട്ട് എവർ ഇറ്റ് ഇസ് എൻഡ് ഓഫ് ദ ഡേ ഹോസ്പിറ്റൽ ഇസ് എ ഹോസ്പിറ്റൽ. ഇറ്റ്സ് നോട്ട് എ റിസോർട്ട്, ഇറ്റ്സ് നോട്ട് എ പ്ലേസ് വെയർ you're coming in to enjoy yourself or whatever it is. You have a problem, you need a solution to it. The faster you get a solution, better it is. അപ്പോൾ അതാണ് കോൺസെപ്റ്റ്. പിന്നെ പറഞ്ഞ രീതിയിൽ നാച്ചുറലി ഇൻവെസ്റ്റ്മെൻറ്റ്സും ബാക്കിയുള്ളതും വരുവാണെങ്കിൽ you will have more job opportunities that is being created. Typically നമ്മളൊരു സെൻസസ് കണക്ക് പറയുകയാണെങ്കിൽ for every bed that is created, you create a job opportunity of around 4 to 4.5 people get employed out of it. ഒരു 1000 ബെഡുള്ളൊരു ഹോസ്പിറ്റൽ വരുവാണെങ്കിൽ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ നിങ്ങളൊരു 4500 to 5000 പേർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. ബിക്കോസ് ടിപ്പിക്കലി ഒരു ബെഡ് റൺ ചെയ്യാൻ ഇത്ര ആൾക്കാർ വേണം. എഫിഷ്യൻ്റ് ആയിട്ട് കെയർ പ്രൊവൈഡ് ചെയ്യാനും ഇഫക്റ്റീവ് കെയർ പ്രൊവൈഡ് ചെയ്യാനും ഡോക്ടേഴ്സ് പ്ലസ് നഴ്സിംഗ് പ്ലസ് അഡ്മിൻ അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും കൂടി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മിനിമം നമ്പർ ഓഫ് ആൾക്കാർ വേണം. അപ്പോൾ നമ്മുടെ ഒരു ടാർഗറ്റ് ഒരു 5 years വി ബ്രിങ്ങിങ് ഇൻ 3000 odd beds. അങ്ങനെ നോക്കുവാണെങ്കിൽ 3,000 odd beds. Okay. So looking at almost 10,000 to 12,000 job opportunities being created. One concern that most people have, സാധാരണയായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും അധികം വിഷമവും പേടിയും ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ പ്ലെയേഴ്സ് കേരളത്തിലെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രൈസ് ഓഫ് ഹെൽത്ത് കെയർ അത് വളരെയധികം ക്വാളിറ്റി ഉണ്ടായിരിക്കാം, ടെക്നോളജി ഉണ്ടായിരിക്കാം, പക്ഷേ ദ കോസ്റ്റിംഗ് വിൽ സ്കൈ റോക്കറ്റ് എന്നുള്ളൊരു പേടിയാണ് പലർക്കും ഉള്ളത്. വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ഇറ്റ്? ഹെൽത്ത് കെയറിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ വേറൊരു ഇൻഡസ്ട്രി പോലെ പ്രോഫിറ്റ് മാത്രം നോക്കിയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ല ഹെൽത്ത് കെയർ. ആരോഗ്യ മേഖലയിൽ നേരത്തെ അർജുൻ പറഞ്ഞ പോലെ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ടെക്നോളജി കൊണ്ടുവരണം. പക്ഷേ എല്ലാ ടെക്നോളജിയും പ്രോഫിറ്റബിൾ ആയിരിക്കുമോ? ഇല്ല, ഒരിക്കലും ആവില്ല. അപ്പം പ്രോഫിറ്റ് ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമായിരിക്കും. പ്രോഫിറ്റിന് വേണ്ടി ഹെൽത്ത് കെയർ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ രവീന്ദ്ര സാറിന് ഒരു പേഷ്യൻ്റ് ഉണ്ടാവും. അപ്പോൾ ആ പേഷ്യൻ്റ് ചിലപ്പോൾ ഫിനാൻഷ്യലി പുള്ളി കൊടുക്കാൻ പറയുന്ന ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ടെക്നോളജിയിൽ കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പോലും നമ്മളവരെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. പല ഹോസ്പിറ്റൽസിലും നമ്മളിന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ഡോക്ടർക്ക് ആ രോഗിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും, ആ ആശുപത്രിക്കുള്ള സംവിധാനം ഉണ്ടാവും, പക്ഷേ അവിടുത്തെ ബില്ല് റോഡ് ബ്ലോക്കായി മാറും. ഇതിൽ മാറ്റം വരണം. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ ആൾക്കാർക്ക് ഇന്നും 20% താഴെ ഇൻഷുറൻസ് ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ 80% ആൾക്കാർ പൈസ കണ്ടെത്തിയിട്ടാണ് ചികിത്സ നടത്തേണ്ടത്. ഇന്ന് സൊസൈറ്റിയിൽ ഹൈ സ്ട്രാറ്റയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷേ ഒരു മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ലോവർ ക്ലാസ്സിന് ചിലപ്പോൾ ഫേസ്ബുക്കിലൂടെയോ സോഷ്യൽ മീഡിയയിലോ ഒരു ഫണ്ട് റേസ് ചെയ്യുന്ന വരാം. പക്ഷേ ഇടത്തരക്കാർ ചിലപ്പം കുട്ടിയുടെ വിദ്യാഭ്യാസം വെച്ചാൽ പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നത്. കൈനീട്ട കടം വാങ്ങിക്കാൻ പോലും വകുപ്പുണ്ടാവില്ല, പക്ഷേ ചികിത്സ എടുക്കണമല്ലോ. അപ്പോൾ അവിടെ വ്യത്യസ്തമായി നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? നമ്മളൊക്കെ മുന്നേ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പം ആദ്യം ചിന്തിച്ചതാണ് എന്ത് കേരളത്തിൽ വ്യത്യസ്തമായി കൊടുക്കാം. ജനങ്ങളുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം, കാരണം നമ്മളെല്ലാവരും അത് കണ്ടിട്ടുണ്ട്. ₹1 പോലും എടുക്കാനില്ലാണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച് 10 പൈസ പിരിച്ചെടുത്ത് അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെ, ഇന്ന് കഴിഞ്ഞ ദിവസം എനിക്കതിൻ്റെ എക്സാമ്പിൾ എനിക്ക് എടുത്ത് പറയാൻ പറ്റും. നമ്മുടെ കണ്ണൂർ ഹോസ്പിറ്റൽ തുടങ്ങിയ പിന്നെ എനിക്കിപ്പോഴും കഴിഞ്ഞ ഒരു 3 മാസം മുന്നേ ആണെന്ന് ഞാൻ ഓർക്കുന്നു, ഒരു 70 വയസ്സുള്ള ഒരാൾ, അയാൾക്ക് പാർക്കിൻസൺസ് ബാധിച്ചു. പാർക്കിൻസൺസിന് ട്രീറ്റ്മെൻറ്റ് DBS ഒരു ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി നമുക്കുണ്ട്. പക്ഷേ DBS ട്രീറ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്, അതായത് അതിൽ അറ്റാച്ച് ചെയ്യുന്ന എക്യുപ്മെൻറ്റിൻ്റെ വില മാത്രം 12 മുതൽ 13 ലക്ഷം രൂപ വരെ. 13 ലക്ഷം ഒരു ടാക്സി ഓട്ടിക്കുന്ന ഡ്രൈവർക്ക് ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ നമ്മൾ തീരുമാനിച്ചു, അതിലെനിക്ക് എല്ലാവരെയും നന്ദി പറയണം, കാരണം ഒരു ടീം തന്നെ വിചാരിച്ചു നമ്മൾ തന്നെ ആ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. സന്തോഷം എന്ന് പറയട്ടെ, ഈ 13 ലക്ഷം രൂപയും എക്യുപ്മെൻ്റ് കോസ്റ്റ് നമ്മൾ റേസ് ചെയ്യും. നമ്മുടെ ഡോക്ടേഴ്സ് അവരുടെ പ്രൊഫഷണൽ ചാർജും ഫിനാൻസ് ടീം നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചാർജസ് വേണ്ടെന്ന് വെച്ചിട്ട് ഇന്ന് ആ പേഷ്യൻ്റ് കഴിഞ്ഞ ദിവസം വന്നു, ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ കഴിഞ്ഞു, ആൻഡ് ഹീസ് ബാക്ക് ടു ഹിസ് പ്രൊഫഷൻ. അയാൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചേഞ്ചാണ്. നമ്മുടെ സമൂഹത്തിൽ പലരെയും പോലെ അയാൾ ചിലപ്പോൾ മരണത്തിലേക്ക് വിടാം, അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ മരിക്കുന്നു, നമ്മളാരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? ഏതെങ്കിലും ആശുപത്രി ഇതിനെപ്പറ്റി ചിന്തിക്കാറുണ്ടോ? ഇപ്പം എല്ലാ ആശുപത്രിയിലും എല്ലാ സർജറിക്ക് മുന്നേ ഒരു എമൗണ്ട് പറയും. ഈ എമൗണ്ട് കയ്യിലുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ല.
എമൗണ്ട് ഉണ്ടെങ്കിൽ എമൗണ്ട് നിങ്ങൾ കൊണ്ടുവരിക, അടയ്ക്കുക, നിങ്ങൾ ചികിത്സ എടുക്കുക, പോവുക. ഡോക്ടറിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ വെർ യു ഹാഡ് ടു മേക്ക് എ ചോയ്സ്? ഒരു പേഷ്യൻ്റ് അത് താങ്ങാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടോ, എന്നിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്? ആൻഡ് ഹൗ ഡു യു സീ ദാറ്റ് സിറ്റുവേഷൻ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക്? അതെ അതെ, അത് നമ്മൾ ഇപ്പം പറഞ്ഞ മാതിരി നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിനനുസരിച്ചിരിക്കും. ഞാൻ ഇത്രയും വർഷത്തിനിടയ്ക്ക് 3-4 ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കൊരു വ്യത്യാസം, നമ്മൾ ഇത്ര കോസ്റ്റ് ആവും എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ പേഷ്യൻറ്റിനോട് ഡയറക്റ്റായിട്ട് ഫുള്ളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഫസ്റ്റ് നമ്മൾ ഈ കോസ്റ്റ് ഇത്ര ആവും എന്നുള്ളത് നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ കൗൺസിലിംഗ് ആയി ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിൽ ഫൈനലി ഇറ്റ് വിൽ ബി ട്രാൻസ്ഫർ ടു അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ നമുക്കപ്പം പേഷ്യൻ്റ് അത് അത്രയും കോസ്റ്റ് ആവും, അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള പോവഴി ഇവിടെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് എടുക്കും, സപ്പോർട്ട് ആവും. അപ്പോൾ നമ്മൾ ഒരാളും പൈസ ഇത്ര അഡ്വാൻസ് അടിച്ചാലേ ചെയ്യുള്ളൂ എന്ന് പറയാറില്ല, കോസ്റ്റ് അറിയിക്കും അവരെ. അതുപോലെ തന്നെ എമർജൻസി കെയർ വരുമ്പോൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ എമർജൻസിയിൽ ആശുപത്രി പോകുമ്പോൾ ആദ്യം പൈസ അടച്ചിട്ട് സർജറിയിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു ട്രോമ കെയറിന് പോകുമ്പോൾ പെട്ടെന്ന് പൈസ അടച്ചിട്ടേ അകത്ത് കയറുക. അതൊക്കെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പലപ്പോഴും സംഭവിക്കുന്ന കേരളത്തിന് പുറത്ത് ഇഷ്ടം പോലെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ബാംഗ്ലൂരിൽ നിന്ന് അവർ എന്തോ ഒരു സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റിലായിരുന്നു. അപ്പോൾ ചേർന്ന് പെട്ടെന്ന് വീണു, ഇയാളുടെ ഹെഡ് ഇഞ്ചുറി. അപ്പോൾ ബാംഗ്ലൂർ ഏതോ ഒരു മേജർ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു 5 ലക്ഷം രൂപ കെട്ടിവെച്ചാൽ മാത്രമേ അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനത്തെ സിറ്റുവേഷനേ ഇല്ല. നമ്മൾ കോസ്റ്റ് അറിയിക്കും, അവരെ അറിയിച്ചാൽ അവർ ചിലപ്പം എഗ്രി ചെയ്യും, ചിലപ്പം പൈസ ഇല്ല എന്ന് പറയും. പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് മാനേജ്മെൻറ്റ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഓക്കെ നമ്മൾ വിൽ പ്രൊസീഡ്, ഒരു സിഗ്നൽ വിൽ പ്രൊസീഡ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോളിസി ഡിസിഷൻ മേക്കിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും important. നമുക്കിത് റെഡ് ടൈപ്പിസം വെച്ചിട്ട് നമുക്ക് പില്ലർ ടു പോസ്റ്റ് പേഷ്യൻറ്റിനെ വിട്ട് അപ്പോഴത്തേക്കും പേഷ്യൻ്റ് ചിലപ്പോൾ ഉണ്ടാവില്ല, നമുക്ക് ചർച്ച നടത്താം, പക്ഷേ രോഗി ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ എമർജൻസിയിൽ വരുന്ന ഒരു രോഗിയും പൈസ ഉണ്ടോ പൈസ ഇല്ലെന്ന് സെക്കൻഡറി ആണ്. ട്രീറ്റ്മെൻറ്റ് എന്താണ് വേണ്ടത്, എമർജൻസി മെഡിസിനിൽ ഡോക്ടർ ഉണ്ടാവും, ആ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യും. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ വേണ്ടത് ആ ട്രീറ്റ്മെൻറ്റ് ആദ്യം കൊടുക്കുന്നു. ഓഫ് കോഴ്സ് 2nd ഡേ 3rd ഡേ നമ്മൾ അവരെ അറിയിക്കും ഇത്രയാണ് നിങ്ങൾക്ക് കോസ്റ്റ് ആവുന്നത്. ഇനി ഇതിൽ അറിയിക്കുന്ന സമയത്ത് കോസ്റ്റ് താങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇതിനൊരു സിസ്റ്റം നമ്മൾ വെച്ചിട്ടുണ്ട്. സോ നമുക്കൊരു കോർഡിനേറ്റർ ടീം ഉണ്ടാവും. ഒരു ഫിനാൻഷ്യൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് വെറും എമൗണ്ട് പറയാനല്ല, അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും കൂടെ മനസ്സിലാക്കി അവർ പോറാണെങ്കിൽ അത് പോറാണെന്ന് ഉറപ്പ് വരുത്തുന്ന കുറച്ച് രേഖകൾ അവർ സമർപ്പിച്ചിട്ട് ഫിനാൻസ് ടീമിന് അത് സബ്മിറ്റ് ചെയ്യും. ഫിനാൻസ് ടീം വിൽ ഹാവ് എ ഇമ്മീഡിയറ്റ് സ്ക്രൂട്ടിനി. അത് സ്ക്രൂട്ടിനി എന്ന് പറയുന്നത് മിനിമം മേ ബി ഒരു 5 to 10 minutes കൊണ്ട് നമ്മൾ ഡിസിഷനിലേക്ക് എത്തുന്ന സ്ക്രൂട്ടിനി ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് അതിൽ 5 days or 10 days എടുക്കുന്നില്ല. ആൻഡ് വി ടേക്ക് ദ ഒപ്പീനിയൻ ഫ്രം ദ ഡോക്ടേഴ്സ് ഓൾസോ. അപ്പോൾ അവരും അവരുടെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറായിരിക്കും. അവരുടെ പ്രൊഫഷണൽ ചാർജ് വേണ്ടെന്ന് വെക്കും, ഹോസ്പിറ്റൽ ചാർജ് വേണ്ടെന്ന് വെക്കും. ചിലപ്പോൾ മെഡിസിൻ ആൻഡ് കൺസ്യൂമേഴ്സ് മാത്രം വാങ്ങിക്കൊണ്ട് ആ രോഗിക്ക് ചികിത്സ കൊടുക്കും. അതുപോലെ ഏതെങ്കിലും സ്പെഷ്യൽ സ്കീംസ് ഉണ്ടോ അർജുൻ, ബൈ പാവപ്പെട്ട ബിലോ പോവർട്ടി ലൈൻ അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഡെയിലി അലവൻസിൽ അല്ലെങ്കിൽ പേയ്മെൻറ്റിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ 2 ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് ടൗൺ ഒരു സിറ്റി. കുറേയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരിടമായിരിക്കും. എനിക്കറിയാം, നമ്മൾ എന്ത് ക്രൈസിസ് ഉള്ളപ്പോഴും ഏറ്റവും അടുത്ത ആശുപത്രിയിലേക്കായിരിക്കും പോവുക. ആൻഡ് അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടായിരിക്കും. സോ ലോക്കൽ പോപ്പുലേഷന് നിങ്ങൾ എന്തെങ്കിലും സ്കീംസ് പദ്ധതികൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? മെത്തഡോളജി തന്നെ കേൾക്കുമ്പോൾ ഇത്ര എലോങ്കേറ്റഡ് ആണെങ്കിലും ഇറ്റ് ഈസ് ഓൾ ഡീസെൻട്രലൈസ്ഡ്. കാരണം അവിടെ ഇപ്പോൾ എമർജൻസിയിൽ ദർ ഇസ് ഓൾവേസ് സമ്മൺ കോൾഡ് എ മാനേജർ ഓൺ ഡ്യൂട്ടി. ഈ കോൾ ബേസിക്കലി എടുക്കുന്നത് മാനേജർ ഓൺ ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ ടൈമിൽ ബിക്കോസ് അവർക്ക് ഇതിലൊക്കെ ഇഫക്റ്റീവായിട്ട് ഇത് വർക്കൗട്ട് ആവണമെങ്കിൽ ഫസ്റ്റ് ആവശ്യമുള്ളത് ആ ഗ്രൗണ്ടിൽ ആരാണോ ഉള്ളത് അവർക്ക് ആ ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡം വേണം. ആ ഫ്രീഡമാണ് ഇസ് വാട്ട് വി ആർ പ്രൊവൈഡിങ്. ബിക്കോസ് വി ആർ നോട്ട് ക്വസ്റ്റ്യനിങ് ദ ഡിസിഷൻ. വി നോ ദാറ്റ് ഓക്കെ അവർ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ചിലപ്പോൾ അറിയുന്നത് നെക്സ്റ്റ് ഡേ അത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. ബട്ട് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, എന്നെ നാളെ ആരും ക്വസ്റ്റ്യൻ ചെയ്യില്ല എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാവരും ഈ കിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വേറൊരു ബ്രാൻഡാണ് വരുന്നത്. ഇത് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഒത്തിരി കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തില്ലേ? സോ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 1999 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു 1999. അതിൻ്റെ ഫസ്റ്റ് ഹോസ്പിറ്റൽ ആന്ധ്രാപ്രദേശിലായിരുന്നു. ഏതാണ്ട് 25 ഹോസ്പിറ്റൽസോളം ഇന്ന് ഇന്ത്യ ഒട്ടാകെയുണ്ട്. അതിൽ ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്ര, കർണാടക ഈ 4 സ്റ്റേറ്റിലും ഇപ്പോൾ കേരളത്തിൽ നമ്മളും കൂടെ ചേർന്ന് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടർ തന്നെയാണ് ഡോക്ടർ ഭാസ്കർ റാവു ആണ് എൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ. സോ ഹീസ് എ കാർഡിയോതൊറാസിക് സർജൻ. പുള്ളിയുടെ നാട്ടിൽ ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്താണ് ഇതിൻ്റെ ആദ്യത്തെ തുടക്കം.
അത് കഴിഞ്ഞിട്ടാണ് ഇത്രയും വലിയൊരു ചെയിൻ ആയത്. സോ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓടുന്ന കുറച്ച് പ്രിൻസിപ്പിൾസിനാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ഒരാളുടെ പുവർ പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ടെക്നോളജി ഇന്ന് ലോകത്ത് എവിടെ പുതിയ ടെക്നോളജി വന്നാലും ആദ്യം ഇന്ത്യയിലേക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതേപോലെ നമുക്ക് നമ്മുടെ കൂടെയുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സ്, നേഴ്സസ്, അതേപോലെ എല്ലാവരെയും ഇതിൻ്റെ ഒരു പാർട്ട്നേഴ്സായിട്ട് കൊണ്ടുപോകണം. ഇപ്പം നമ്മളൊക്കെ മുന്നേ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് മാറി വന്നു. ഇപ്പം അതിന് മുന്നേ ഞാൻ ഇത് പറഞ്ഞു, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ട്രിവാൻഡ്രത്ത് നിങ്ങൾക്ക് കേൾക്കാം കിംസ് ഹെൽത്ത് എന്ന് പറയും. അത് കിംസ് ഹെൽത്താണ്. ഇത് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തന്നെയാണ്. ഇത് പബ്ലിക് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റഡാണ്. അതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ എപ്പോഴും ആൾക്കാർ എൻ്റെ അടുത്ത് തന്നെ ചോദിക്കാറുണ്ട്, കിംസ് നിൽക്കുമ്പോൾ ഒരുപാട് കിംസ് കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഇതാണ് എൻ്റെ സത്യം. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇത് ലിസ്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് പേര് മാറ്റാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പിന്നെ അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് തന്നെ ഇരിക്കുന്നു. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഏതൊരു ഓർഗനൈസേഷനും നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് പണമുണ്ടെങ്കിൽ നമുക്ക് മണിമാളികൾ പണിയാം, 5 സ്റ്റാർ 7 സ്റ്റാർ ഹോസ്പിറ്റൽ പണിയാം. പക്ഷേ പ്രിൻസിപ്പിൾസാണ് ഒരു ഹെൽത്ത് കെയർ സെക്ടറിനെ ഡ്രൈവ് ചെയ്യേണ്ടത്. ഇപ്പോൾ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇസ് റൺ ബൈ സച്ച് കൈൻഡ് ഓഫ് പ്രിൻസിപ്പിൾസ്. അത് നമ്മുടെ ചെയർമാൻ ഇന്നും നമുക്കൊരു ക്ലിനിക്കൽ ഗവേണൻസ് സിസ്റ്റം ഉണ്ട്. അപ്പം ഇവിടെ എന്ത് കേസ് ഉണ്ടെങ്കിൽ ഹി വിൽ ഓൾസോ get involved with the doctors. He discuss with them. So there is a system model that we have created that every case should be discussed and every complicated case നമ്മളൊരു പിയർ റിവ്യൂ എടുക്കുക, എല്ലാവരും ഒരു കമ്പൈൻഡ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്തുക എന്നുള്ളതാണ്. സോ വി ഹാവ് അറൗണ്ട് ഒരു 5000 കൂടുതൽ ഡോക്ടേഴ്സ് നമുക്ക് ഉണ്ടാവും നമ്മുടെ ഗ്രൂപ്പിൽ. ഡോക്ടറിന് തന്നെ ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ ഡോക്ടറിന് മറ്റുള്ള ഡോക്ടേഴ്സുമായിട്ട്, കിംസ് വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യാനും സംസാരിക്കാനും ഡിസ്കസ് ചെയ്തൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹൗ ഡു യു ഡു ദാറ്റ് പ്രാക്ടിക്കലി? എങ്ങനെയായിരിക്കും ഇപ്പോൾ നടക്കുക? ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കേസൊക്കെ കുറച്ച് ഒരു എക്സ്ട്രാ ഓർഡിനറി വർക്ക് ചെയ്താൽ നമ്മളത് ഈ ഗ്രൂപ്പിലിടും. സോ എവരിബഡി വിൽ റിവ്യൂ ദാറ്റ് ആൻഡ് അപ്രീഷിയേറ്റ്. പിന്നെ ഒരു ഡിഫിക്കൽട്ട് കേസ് ആണെങ്കിൽ, ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി ഒരു കേസുണ്ട്. ഇപ്പോൾ ഒരു ലേഡി വിത്ത് പ്രൈമറി പൾമണറി ഹൈപ്പർടെൻഷൻ. ഷീസ് ഓൺ മൈ ഫോളോ ഫോർ ദ ലാസ്റ്റ് 17 years. My follow-up for 17 years. 17 years മുമ്പൊക്കെ പ്രൈമറി പൾമണറി ഹൈപ്പർടെൻഷൻ ഇത്രയും സർവൈവ് ചെയ്യാറില്ല. ഇപ്പോൾ ഇഫക്റ്റീവ് മെഡിസിൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം 17 years ആയി, ഇപ്പം മെഡിസിൻസ് ഒക്കെ വർക്ക് ചെയ്യാതായി. അപ്പോൾ ഹെർ നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇഫ് ദേ എഗ്രി ഈസ് ഹാർട്ട് ആൻഡ് ലങ് ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ നമ്മളത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് അവർ എങ്ങനെയും ക്രൗഡ് ഫണ്ടിങ് എന്തൊക്കെ അവരും ഭാഗത്തുനിന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നത്. അത് ശരിയാവുകയാണെങ്കിൽ നമുക്കിവിടെ ഹാർട്ട് ലങ് ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് കേരളത്തിൽ എവിടെയും ചെയ്യുന്നില്ല. ഇപ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്, ഹാർട്ട് ആൻഡ് ലങ് ടുഗദർ ചെയ്യുന്നില്ല. അത് ഏഷ്യയിൽ തന്നെ ഏറ്റവും അധികം ലങ് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ്. അപ്പോൾ അവിടെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്, അതിനുള്ള എക്സ്പെർട്ടൈസ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ മേ ബി അത് നമ്മൾ ആ രീതിയിൽ അത് വർക്കൗട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റോബോട്ടിക്സ്, അത് വളരെയധികം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇൻ യുവർ ട്രീറ്റ്മെൻറ്റ്, ഇൻ യുവർ ഇൻ്റർവെൻഷൻ പ്രൊസീജിയേഴ്സ്. അതിൻ്റെ റെലവൻസ് എന്താണ്? അത് നമുക്ക് വേണ്ടി, എന്നെപ്പോലെ ഒരു ലേമന് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? വൈ ടെക്നോളജി ബിക്കം സോ ക്രൂഷ്യൽ? ഒരു 20 വർഷം മുന്നേ ഓപ്പൺ സർജറീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു യൂട്രസ് റിമൂവലിന് ഒരു ഹോസ്പിറ്റൽ സ്റ്റേ 12 ദിവസമായിരുന്നു. അത് കഴിഞ്ഞാൽ 2 മാസമോളം റെസ്റ്റ് എടുക്കണം. അത് മാറി താക്കോൽ ദ്വാരം ലാപ്രോസ്കോപ്പിക്കിലേക്ക് എത്തി, കീ ഹോൾ. ഹോസ്പിറ്റൽ സ്റ്റേ എന്നാലും 3 ദിവസം 4 ദിവസം വേണ്ടി വരും. പിന്നെയും ഒരു 15 ദിവസത്തെ റെസ്റ്റ് വേണ്ടി വരും. ലാപ്രോസ്കോപ്പിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് റോബോട്ടിക്സിലേക്ക് എത്തിയിരിക്കുന്നത്. ലാപ്രോസ്കോപ്പി കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെവലാണ്. ലാപ്രോസ്കോപ്പിക്കിന് പകരം വെക്കുന്ന ലെവലാണ് റോബോട്ടിക്സ്. ഇപ്പം ഹെർണിയ പണ്ട് നമ്മൾ ഓപ്പൺ സർജറി ചെയ്യും, പിന്നെ താക്കോൽ ദ്വാരം സർജറി വന്നു, ഇപ്പോൾ റോബോട്ടിക്കിലൂടെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ റോബോട്ടിക്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് കാലത്ത് 7 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ വളരെ കംഫർട്ടബിളായി 9 മണിക്ക് നമ്മൾ സർജറി എടുത്തു കഴിഞ്ഞാൽ, ഹെർണിയയുടെ കാര്യം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, വൈകുന്നേരം ഡിന്നർ ഈ പേഷ്യൻ്റ് വീട്ടിൽ പോയി കഴിക്കണമെന്നാണ്. അടുത്ത ദിവസം രാവിലെ ജോലിക്ക് പോകണം. ഇറ്റ് മേക്സ് തിങ്സ് ഈസിയർ, ലൈഫ് കുറച്ചും കൂടി ഈസിയർ ആക്കാൻ പറ്റുന്നു. പിന്നെ ഇപ്പോൾ പ്രോസ്റ്റേറ്റ് സർജറി പറയുന്നു. പ്രോസ്റ്റേറ്റ് സർജറിയുടെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് സർജറി റോബോട്ടിക് പ്രോസ്റ്റേറ്റ്. ഇപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ റാഡിക്കൽ പ്രോസ്റ്റേക്ടമി ചെയ്തുകൊണ്ടിരുന്നു, റിക്കറൻസ് വരും, പിന്നെയും അത് അസുഖം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ റോബോട്ടിക്സ് വന്നതോടുകൂടി കുറച്ചും കൂടി പ്രിസിഷൻ ഇതൊക്കെ നന്നായി നടക്കാൻ തുടങ്ങി. ആ സർജറിയുടെ ഔട്ട്കം ബെറ്ററായി തുടങ്ങി. അപ്പോൾ ഇത് ഈ റോബോട്ടിക് സർജറി കേരളത്തിലുണ്ട്, നമ്മളെല്ലാം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. കൊച്ചി പോലുള്ള സിറ്റീസിലുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത്
കണ്ണൂർ പോലത്തെ സിറ്റി അല്ലെങ്കിൽ കരുനാഗപ്പള്ളി പോലത്തെ കുഞ്ഞു സ്ഥലങ്ങളിൽ റോബോട്ടിക് സർജറി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. ഇനി റോബോട്ടിക് സർജറി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരാ, റോബോട്ടിക് സർജറി ചെയ്യാൻ അറിയാവുന്ന സർജൻസിന് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള അത്രയും ഇൻട്രസ്റ്റ് ഉള്ള സർജൻസിനെ നമുക്ക് ഇത്രയും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് കൊണ്ടും ഇവിടെ കൊണ്ടുവച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കുകയും ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ബേസിക്കലി നെക്സ്റ്റ് 5 to 6 years വൈ റോബോട്ടിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ബിക്കോസ് മോസ്റ്റ്ലി റോബോട്ടിക്സ് വുഡ് ബി ദ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന പോലെ തന്നെ അടുത്ത 5 to 6 years ഇറ്റ് വിൽ ബിക്കം വെരി റുട്ടീൻ. സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി എ റുട്ടീൻ ഇൻ 5 years നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുന്നുള്ളൂ. ഇപ്പോൾ ഈവൻ നമുക്ക് കുറേ ഇൻഫർമേഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എയിംസ്, എനിക്കൊന്ന് ഇന്നലെ ആയിരുന്നു അതിൻ്റെ ഒരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അറ്റ് എയിംസിൽ ഈവൻ സ്റ്റുഡൻസിനെ നമുക്ക് സ്റ്റാർട്ടഡ് ട്രെയിനിങ് ദം ഓൺ റോബോസ്. ഇപ്പോൾ ഡെവിൻഷിയുടെ റോബോ ഉണ്ട്, പിന്നെ ദർ ഇസ് another one called ഹ്യൂഗോ. ഹ്യൂഗോ ബേസിക്കലി മെട്രോണിക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് രണ്ടും ഇറ്റ് ഇസ് നൗ ബീങ് മെയ്ഡ് അവൈലബിൾ ടു ജനറൽ സർജൻസ് ഇൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ജസ്റ്റ് ക്യൂരിയസ്, അപ്പൊ ഇനിയും ഡോക്ടേഴ്സിനെ വേണ്ടെന്നാണോ പറയുന്നത്? ഈ റോബോട്ടിക്സ് റോബോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ It's a robot assisted surgery. assisted-ഏ ഉള്ളൂ. There should be a person who is operating on a console and he is controlling the robot. It is not replacing the surgeon. Surgeon should be doctors there. in a video game is Main that. advantage is that you can go through very minimal holes like and also and very extensive vision of the organs inside. അതായത് നമുക്ക് നമ്മളിങ്ങനെ തുറന്നു നോക്കുന്ന പോലെയല്ല, അതിനേക്കാളും ഏരിയ കാണാൻ പറ്റും. ആൻഡ് റോബോട്ടിക് ഹാൻഡ്സ് ഇറ്റ് ക്യാൻ ഗോ ടു 360-degree angles like മൂവ്മെന്റ്. നമുക്ക് ഇത്രയും മൂവ് ചെയ്യാൻ പറ്റും. ഫ്ലെക്സിബിലിറ്റി ഇങ്ങനെ റിവേഴ്സ് ചെയ്തിട്ട് സൂച്ചർ ചെയ്യാൻ പറ്റും. സാറ് പറഞ്ഞ കൈയുടെ മൂവ്മെന്റ് തന്നെ എടുത്ത് നോക്കിക്കോ. അതാണ് വെരി സിംപ്ലസ്റ്റ് ഫോം ഓഫ് എക്സ്പ്ലെയിനിങ്. മാക്സിമം എത്ര ഡിഗ്രി വരെ ഇത്രയേ ഉള്ളൂ. മറ്റേ 360 റൊട്ടേറ്റ് ചെയ്തിട്ട് സൂച്ചർ ചെയ്യാം. അപ്പോൾ റോബോട്ടിക് സർജറി നിങ്ങളുടെ ഹോസ്പിറ്റലിൽ എവിടെയൊക്കെ ഏതൊക്കെ ഏരിയാസിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? ഓഫ് കോഴ്സ് കാർഡിയോയിലുണ്ടല്ലേ? കാർഡിയോയിൽ തുടങ്ങിയിട്ടില്ല, റോബോട്ടിക് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പം മറ്റിപ്പം യൂറോളജി, ഗൈനക്കോളജി, ഓർത്തോപെഡിക്സ്, ഇതിലൊക്കെ ജനറൽ സർജറി, ക്യാൻസർ സർജറീസ്. അത് ഒരു ലേമൻ അഗൈൻ ഈ റോബോ സർജറി എന്നൊക്കെ കേൾക്കുമ്പോൾ രസമുണ്ട്, പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ദ ബിൽ എത്ര വലിയൊരു ഹോൾ ആയിരിക്കും റോബോ സർജറിയിൽ കൊണ്ട്. It's not that expensive actually. It's not that expensive. It is almost similar to a lap surgery തന്നെയുള്ളൂ. Really? Because if നിങ്ങൾ അതിൽ you have to look at രണ്ട് കാര്യങ്ങളുണ്ട്. ലെങ്ത് ഓഫ് സ്റ്റേ, എത്ര നാൾ ഹോസ്പിറ്റലിൽ കിടക്കണം, ആ കോസ്റ്റും കൂടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് അറ്റ് പാർ. ആൻഡ് ഇനി പോകുന്നതോറും ഇറ്റ് വിൽ ബിക്കം ചീപ്പർ ആൻഡ് ചീപ്പർ. ബിക്കോസ് മോർ ആൻഡ് മോർ ആൾക്കാർ ഇനി റോബോസ് ഉണ്ടാവും. ഇപ്പോൾ എനിക്കൊണ്ട് ഒരു 10 years മുമ്പ് തുടങ്ങുമ്പോൾ ഐ തിങ്ക് ഡെവിൻഷി എന്നുള്ള ഒരു റോബോ മാത്രമായിരുന്നു ഇന്ത്യയിൽ അവൈലബിൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദർ ഇസ് മെട്രോണിക്കിന്റെ ഹ്യൂഗോ വന്നിട്ടുണ്ട്, ദർ ഇസ് ജോൺസൺ ആൻഡ് ജോൺസന്റെ കൂടി ദർ ഇസ് സംതിങ് ദാറ്റ്സ് കമ്മിങ് അപ്പ്. പിന്നെ ഒരു ഇന്ത്യൻ മെയ്ഡ് റോബോ തന്നെ ഇന്ത്യൻ മെയ്ഡ് തന്നെ ദർ ഇസ് എ റോബോ ദാറ്റ് ഹാസ് കം അപ്പ്. സോ ഫ്യൂച്ചർ ഇസ് ദാറ്റ്. I can see the excitement on all your faces when you talk gadgets. മേ ബി നമ്മളൊരു 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ചർച്ചയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ അന്ന് ലാപ്രോസ്കോപ്പിക് സർജറിനെ മിക്കവാറും റോബോ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഇന്ന് അന്ന് എല്ലാം ചെറിയ ഹോസ്പിറ്റൽസ് അടക്കം റോബോ ഉണ്ടാവും. ആ സാഹചര്യം എത്തണം. അതാണല്ലോ നമ്മുടെ നാടിന്റെ വളർച്ച, നമ്മുടെ നാടിന്റെ ഹെൽത്ത് കെയറിന്റെ വളർച്ച അവിടെ വരുന്നു. When you talk about technology it's fine, പക്ഷെ ഒരു പേഷ്യൻ്റ് സെൻട്രിക്, കാരണം ഒരു ഏജൻസി എന്നൊരു കാര്യമുണ്ടല്ലോ, നമുക്കൊരു പേഷ്യൻ്റ് എന്ന നിലയ്ക്ക് നോട്ട് ജസ്റ്റ് ഫിനാൻഷ്യൽ ഏജൻസി, നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് നമുക്ക് പോകാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് തരത്തിലുള്ള സപ്പോർട്ടാണ് വേണ്ടത്, ക്വാളിറ്റിയാണ് വേണ്ടത് ഹെൽത്ത് കെയറിൻ്റെ, ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ ഫോക്കസ് കൊണ്ടുവരുന്നത് ഇൻ യുവർ സിസ്റ്റം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ വി ഹാവ് അവർ ഓൺ പ്രോട്ടോകോൾസ്. ഇപ്പം ക്ലിനിക്കൽ എക്സലൻസ് പാത്ത് വേസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിപ്പം എല്ലാ ഡോക്ടേഴ്സിനും ഒരു ക്ലിനിക്കൽ ഗവർണിംഗ് ബോഡി വെച്ചിട്ട് ഓരോ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓരോ ഡിസീസ് കണ്ടീഷൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, വി ഹാവ് അവർ ഓൺ പാത്ത് വേസ്. അത് വി ആർ ഓൾസോ ഗെറ്റിംഗ് അക്രഡിറ്റഡ് ബൈ ദ NABH. ഇപ്പോൾ നാഷണൽ ബോർഡാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്രഡിറ്റേഷൻ ഏജൻസി NABH ആണ്. NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് ഉണ്ട്, അതുപോലെ JCI അക്രഡിറ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് തന്നെ നമ്മുടെ സിസ്റ്റം സ്ട്രോങ് ആക്കി വെക്കലാണ് ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ടത്. സോ ഒരു ഹോസ്പിറ്റൽ എപ്പോഴും ഏറ്റവും അതിൻ്റെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ക്ലിനിക്കൽ ടീമാണ്. ഇപ്പോൾ ക്ലിനിക്കൽ ഗവേണൻസ് പോളിസീസ് അവിടെ വേണം. ഒരു പർട്ടിക്കുലർ ഡിസീസ് കണ്ടീഷനായിട്ട് വരും, മേ ബി അവർക്ക് ചിലപ്പോൾ 4 or 5 കൺസൾട്ടൻസ് പല ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ആൾക്കാർ അവരെ കാണേണ്ടി വരും. സോ ദാറ്റ് ക്രിയേറ്റ്സ് എ കൺഫ്യൂഷൻ ഇൻ ദ പേഷ്യൻ്റ് ആൻഡ് ദർ ബൈസ്റ്റാൻഡർ. ഇപ്പം കാർഡിയോളജിസ്റ്റ് കാണുന്നുണ്ട്, നെഫ്രോളജിസ്റ്റ് കാണുന്നുണ്ട്, ന്യൂറോളജി കാണുന്നുണ്ട്, ന്യൂറോ സർജറി കാണുന്നുണ്ട്.
അപ്പോൾ ഇതെല്ലാം മനുഷ്യ ശരീരത്തിലെ പല പല ഭാഗങ്ങളിലെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ഇവർ പേഷ്യനോട് പല പല കാര്യങ്ങൾ പറയുമ്പം ഒരു രോഗിയുടെ സ്ഥാനത്ത് നമ്മൾ ചിന്തിക്കുമ്പം ഇതെന്താ എന്നിൽ നിന്ന് എന്നെ ചെയ്യാൻ പോകുന്നത്, ഇത് പല കാര്യങ്ങളും എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് പോയിന്റാണ്. നമ്മളൊരു രോഗിയെ കിടക്കുമ്പോൾ കൃത്യമായിട്ട് ഇത് അറിയാൻ പറ്റും. അവിടെ തന്നെ പകുതി കാറ്റ് പോകും. നമ്മളൊരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കാർഡിയോളജിസ്റ്റ് രാവിലെ വരുന്നു, ഹാർട്ടിന് ഒരു ചെറിയ പമ്പിങ്ങിൻ്റെ പ്രശ്നമുണ്ട്, ഇത് ബ്രെയിനിലേക്ക് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ന്യൂറോളജിസ്റ്റ് വന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ ന്യൂറോളജിസ്റ്റ് വന്ന് കഴിയുമ്പോൾ ഇത് ബ്രെയിനിൽ അഫക്റ്റ് ചെയ്താൽ ഇതൊക്കെ സംഭവിക്കും. ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് രോഗി ഏതാണ്ടൊക്കെ ഒരു പരുവാവും. രോഗിയുടെ ബൈസ്റ്റാൻഡർ അതിനേക്കാളും ഡൗൺ ആവും. ചില സമയം ബൈസ്റ്റാൻഡറിന് തല ഇറങ്ങി വീഴാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒരു ഓക്വേർഡ് സിറ്റുവേഷനാണ്. പക്ഷേ സത്യം പറയാതിരിക്കാനും പറ്റില്ല. അപ്പം നമ്മളത് ഫോളോ ചെയ്യുന്നൊരു വെച്ചാൽ ഒന്നിൽ കൂടുതൽ കൺസൾട്ടൻ്റ് ആ പേഷ്യൻറ്റിനെ കാണുകയാണെങ്കിൽ വി വിൽ ഫോം എ കമ്മിറ്റി, മെഡിക്കൽ മൾട്ടി ഡിസിപ്ലിനറി ടീം എന്ന് പറഞ്ഞു, MDTs എന്ന് പറഞ്ഞു. ഈ MDT എന്താ വെച്ചാൽ ആദ്യം ഈ 4 കൺസൾട്ടൻസോ അല്ലെങ്കിൽ 3 കൺസൾട്ടൻസോ ഒരുമിച്ചിരുന്നുണ്ട് എന്താണ് ഈ പേഷ്യൻറ്റ് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് അവരാദ്യം ഒരു ഡിസിഷൻ ഉണ്ടാക്കും. ആ ഡിസിഷൻ ഉണ്ടാക്കിയതിന് ശേഷം ബൈസ്റ്റാൻഡറെ വിളിച്ച് ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ്, ഇതിന് കോംപ്ലിക്കേഷൻസ് ഇതിന് വരാം, പക്ഷേ ഇത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. സോ ദിസ് ഇസ് ദ തിങ്, വി വിൽ ബി ഹാവിങ് അവർ കോർഡിനേറ്റേഴ്സ് ദെയർ, സോ ദേ വിൽ ഓൾസോ ഫോർ ദിസ് ട്രീറ്റ്മെൻറ്റ് ഈ ഒരു കോസ്റ്റ് ഉണ്ടാകാം. അപ്പോൾ ആ കോസ്റ്റും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ബൈസ്റ്റാൻഡറിന് അവെയർ ആയിരിക്കും, ശരി ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഇനി കോസ്റ്റ് അവർക്ക് അഫോർഡബിൾ അല്ലെങ്കിൽ നമുക്കൊരു മെക്കാനിസം ഉള്ളവർ ഹെൽപ്പ് ചെയ്യാനുണ്ട്. പക്ഷേ എന്താണോ ആ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഔട്ട്കം എന്താണോ ഇത് പേഷ്യൻറ്റും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ സിസ്റ്റം കൃത്യമായി പാലിക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ കൺസൾട്ടൻസ് ഒരു പേഷ്യൻറ്റിനെ കാണുകയാണെങ്കിൽ കമ്പൽസറി ആയിട്ട് MDT ചെയ്യുകയും MDT സാറാണ് മെഡിക്കൽ ഡയറക്ടർ, സാറിൻ്റെ ടീം അസസ് ചെയ്യുകയും ഈ MDT ഓഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു പോയിന്റ്. രണ്ടാമത്തത് ഈ പേഷ്യൻ്റ് MDT ഇതിൻ്റെ ഔട്ട്കം മെഷർ ചെയ്യണമല്ലോ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്ത് കൊടുത്തോ രോഗിക്ക് ഗുണമുണ്ടാവണം, അല്ലെങ്കിൽ നമ്മളിതെല്ലാം കൊടുത്തിട്ട് പാഴായി പോവുകയാണ്. അപ്പോൾ ഔട്ട്കം കൃത്യമായിട്ട് മെഷർ ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി നമ്മൾ ഈ ക്ലിനിക്കൽ ഗവർണൻസ് ടീം എടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് ആ ഒരു എഫക്റ്റ് രോഗിയിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നു. അപ്പോൾ ഇതെല്ലാം ബാക്ക് എൻഡിൽ ചെയ്യുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് എൻഡിൽ ചിലപ്പോൾ രോഗിക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ബാക്ക് എൻഡിൽ ഇങ്ങനെ ഒരു ഗവർണിംഗ് ബോഡി ഒരു ഹോസ്പിറ്റൽ റണ്ണിങ്ങിന് ഡേ ടു ഡേ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. രോഗിയുടെ ഏറ്റവും ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് ഒരു പക്ഷേ സർവീസ് എക്സിക്യൂട്ടീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നേഴ്സ് ആയിരിക്കാം, ഡോക്ടേഴ്സിനെക്കാളും കൂടുതൽ നേഴ്സസുമായിട്ടായിരിക്കും. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡിന് നിങ്ങൾ എന്തെങ്കിലും സിസ്റ്റം ഇപ്പം ഞാൻ ഈ പറഞ്ഞ ക്ലിനിക്കൽ എക്സലൻസ് ആക്ടിവിറ്റീസ് ആണ്. ദിസ് ഇസ് പാർട്ട് ഓഫ് ക്ലിനിക്കൽ എക്സലൻസ്. ഫ്രണ്ട് എൻഡിൽ വി ഹാവ് അനദർ ടീം കോൾഡ് സർവീസ് എക്സലൻസ് ടീം. ഈ സർവീസ് എക്സലൻസും ക്ലിനിക്കൽ എക്സലൻസും രണ്ടും കൂടി ഒരുമിച്ചാകുമ്പോഴാണ് ഒരു പേഷ്യൻ്റെ ജേർണി കംഫർട്ടബിൾ ആക്കാൻ പറ്റില്ല. ആരും സന്തോഷമായിട്ട് വരുന്ന സ്ഥലമല്ല ആശുപത്രി. ഒരു അസുഖം വരുമ്പം കുടുംബക്കാർ ഫേസ് ചെയ്യുന്ന സ്ട്രെസ്സ് ഭയങ്കരമാണ്. ഈ സ്ട്രെസ്സ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റിയാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ സ്ട്രെസ്സ് കുറയ്ക്കലാണ് സർവീസ് എക്സലൻസ് ടീം ചെയ്യുന്നത്. അവർ ഹോസ്പിറ്റലിൽ വന്ന് ഈ ഫോം ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല. നമ്മൾ പല സിനിമയിലൊക്കെ കാണാറുണ്ട്, ആദ്യം തന്നെ ക്യൂവിൽ പോയി നിൽക്കണം. ഇപ്പോൾ രോഗി അവിടെ ചുമച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ക്യൂ ഫിൽ ചെയ്ത് വരുമ്പോൾ തന്നെ 1 മണിക്കൂർ കഴിയും. എന്നിട്ട് ഈ രോഗി ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ മുന്നിലിരുന്ന് ഈ കാത്തു നിൽക്കൽ ഭയങ്കര ഒരു ദുരിതകരമായ സിറ്റുവേഷനാണ്. അത് കഴിഞ്ഞ് അഡ്മിറ്റ് ആവാൻ വേണ്ടി നമ്മൾ അടുത്ത കൗണ്ടറിൽ പോകണം, ആ കൗണ്ടറിൽ നിന്ന് വേറെ കൗണ്ടറിൽ പോകണം. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായിരിക്കും റൂമിൽ പോയി എത്തിപ്പറ്റുമ്പോൾ ബാക്കി കൺഫ്യൂഷൻസ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇത് മാറ്റിയെടുക്കലാണ് സർവീസ് എക്സലൻസ് ടീമിൻ്റെ ഒരു ജോലി. അവർക്കൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ ഹോസ്പിറ്റൽസും പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഒരു പേഷ്യൻ്റ് ദൈവതുല്യമായിട്ട് കാണുക, ആശുപത്രി ഒരു ദൈവാലയമായിട്ട് കാണുക. ആ രീതിയിലെ ചിന്താഗതി നമ്മുടെ സ്റ്റാഫിന് വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ കോർ ഇഥോസ് എന്ന് പറയുന്ന കമ്പാഷൻ ആൻഡ് എംപതി ആയിരിക്കണം. ഈ കഴിഞ്ഞ ഏകദേശം 1 വർഷം ആവുന്നു, ഈ ഒരു ചേഞ്ച് ഒരു വലിയൊരു മാറ്റമാണല്ലോ. നിങ്ങളൊരു എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സിറ്റുവേഷനിൽ നിന്ന് ഇങ്ങോട്ട് പുതിയൊരു എൻവയൺമെൻറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു ഫോർ 3 of you, ആൻഡ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സ് എന്ന നിലയ്ക്ക് എന്താണ് കാണുന്നത്? ഐ വുഡ് ലൈക്ക് ഓൾ ഓഫ് യു ടു ആൻസർ. ഐ സ്റ്റാർട്ട് വിത്ത് യു അർജുൻ. ഇതിനു മുമ്പ് വർക്ക് ചെയ്ത 2 ഇൻസ്റ്റിറ്റ്യൂഷൻസും വെൽ സെറ്റ് ഓർഗനൈസേഷൻസ് ആയിരുന്നു. ദേ ഓൾ സ്റ്റാർട്ടഡ് ഒരു 2-3 ഡെക്കേഡ്സ് മുമ്പ് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയതുകൊണ്ട് there's always a policies, procedures, ബാക്കിയുള്ള എല്ലാം everything was there. So you just had to fit in a cube or something like that and it works. ഇവിടെ you're starting from scratch. So everything and anything is a challenge for you. You're bringing in people, അവർക്ക് മനസ്സിലാവണം what is it that we expect from them എന്നുള്ളത്. So communication becomes very important. പിന്നെ earlier നമ്മൾ always ഒരു
തോട്ട് പ്രോസസ്സിൽ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മേ ബി വി വുഡ് ഹവ് ടേക്കൺ 10 people. They may not remain with us during our journey. അപ്പോൾ ആ പോസിബിലിറ്റി ഷുഡ് ഓൾവേസ് ബി ദെയർ അറ്റ് ദ ബാക്ക് ഓഫ് അവർ മൈൻഡ്. അപ്പോൾ what all things you started your career with, you start redoing it, which itself is a major thing for us, because നമുക്ക് സുഖമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇരുന്നിട്ട് ഫൈനലി എന്താണോ ഒരു പേപ്പർ വന്നത് സൈൻ ഓഫ് ചെയ്ത് ഓക്കെ യു ലീവ് അറ്റ് 5:30 എന്നുള്ള രീതിയിൽ യു ആർ അഗെയിൻ സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച്. ഒരു വീട് പണിയുന്ന പോലെ തന്നെ സ്ഥലം നോക്കി മറ്റേ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്തിട്ട്, വേറെ നേരത്തെ ഉണ്ടായിരുന്നതിൽ ഒരു ഇന്റീരിയറിൽ ഒരു കസേര മാറ്റി വെക്കണോ വേണ്ടോ എന്നുള്ള ഒരു മൂഡിൽ നിന്നാണ് തിരിച്ചിങ്ങോട്ട് വന്നത്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ മേജർ തിങ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീവ് ഗോട്ട് ഇൻ ദ പീപ്പിൾ. നെക്സ്റ്റ് സ്റ്റേജിൽ ഇപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്ന രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഹു ഐ ഹാവ് ട്രെയിൻഡ്, they become leaders, maybe with us or elsewhere. So that is how you get assessed as to how many people you are able to create and how good they are. That is the biggest challenge, and this obviously would be the biggest achievement that I'll be looking at. Right. And for you as a representative of the entire institution, personally, what would you see are the biggest achievements for the institution and for yourself as well? നമ്മുടെ പ്രിൻസിപ്പൾ, ഇറ്റ് ഷുഡ് ബി എ പേഷ്യൻറ്റ് ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ, ഇറ്റ് ഷുഡ് ബി എ എംപ്ലോയി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ. ആൻഡ് ഈ ഒരു സിംഗിൾ പേഷ്യൻറ്റിനെ പോലും പണമില്ലാത്തതുകൊണ്ട് റിജക്റ്റ് ചെയ്യാൻ പാടില്ല. ഈ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ, ഇപ്പോൾ അർജുൻ നേരത്തെ പറഞ്ഞ പോലെ വി വെയർ ഇൻ കംഫർട്ടബിൾ പൊസിഷൻസ്. നമ്മൾ ഈ കംഫർട്ട് സോൺ വിട്ട് ഇറങ്ങി വന്നത് തന്നെ ഈ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനാണ്. പലപ്പോഴും എന്നോട് ചോദിച്ചാൽ എന്തിനാണ് നിങ്ങൾ ഈ കംഫർട്ട് സോൺ വിട്ട് പിന്നെയും ബാക്ക് ടു സ്ക്വയർ വൺ ഈ സ്ക്രാച്ചിലേക്ക് പോയി ചെയ്തു വന്നു. സോ അതിലൊരു ചലഞ്ചുണ്ട്, അതൊരു രസമുണ്ട്, അതിൽ പുതിയ പുതിയ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പുതിയ പുതിയ ഡോക്ടേഴ്സിനെ എനിക്ക് തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, കേരളത്തിൻ്റെ അടുത്ത വളർച്ചയ്ക്ക് അതെനിക്കൊരു ഭാഗമാക്കാൻ പറ്റുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ലക്ഷ്യം അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തിൽ കുറഞ്ഞതൊരു 8 ആശുപത്രികൾ ഈ പറയുന്ന പ്രിൻസിപ്പൽസ് വെച്ചുകൊണ്ട്, ഒരു പേഷ്യൻ്റ് ഫ്രണ്ട്ലി, ഒരു എംപ്ലോയി ഫ്രണ്ട്ലി, അതേപോലെ ആ നാടിന് നമ്മുടെ ആശുപത്രി വന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം നാട്ടുകാർക്ക് ഉണ്ടാവണം. അപ്പോൾ ഒരു ജനകീയ ആശുപത്രിയാക്കി മാറ്റുക എന്നുള്ളതാണ്. വിവരനെ സീനിയർ പൊസിഷൻ മുന്നത്തെ ഓർഗനൈസേഷൻ വളരെ സീനിയർ പൊസിഷനിലായിരുന്നു. നമ്മൾ തന്നെ ആലോചിച്ചിട്ടുണ്ട് നമ്മളിത് വേണോ, ഇറങ്ങണോ, എന്തിനാണ് നമ്മൾ നമ്മുടെ വീട്ടുകാർ പലതവണ നമ്മൾ ചോദിച്ചതാണ്, അല്ല നിങ്ങൾക്ക് എന്തിനാണ് ഇതൊക്കെ വിട്ടിട്ട് എന്തിനാണ് ഇനി പിന്നെയും ഈ പഴയ പോലെ എല്ലായിടത്തും ഇനി റൈറ്റ് ഫ്രം സ്ക്രാച്ചിലേക്ക് വരുന്നത്. പക്ഷെ അത് നമ്മൾ തീരുമാനമെടുത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു എംപ്ലോയി മൈൻഡിൽ നിന്ന് നമുക്കൊരു എംപ്ലോയറിലേക്ക് ആകണം എന്നൊരു ആഗ്രഹം എപ്പോഴൊക്കെയോ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. നമ്മൾ 2 വ്യക്തികൾ ഒരുമിച്ച് ഈ തീരുമാനം എടുക്കുമ്പോൾ തന്നെ നമ്മൾ രണ്ടുപേരും ഒരിക്കലും ചേരാത്ത 2 പേരാണ്. കാരണം എൻ്റെ തോട്ട് പ്രോസസ്സും ഇദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ്സും ഒരിക്കലും ചേരില്ല. അല്ല, അത് സാധാരണ ഫിനാൻസ് ആരുമായിട്ട് ചേരില്ല. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ അടി കൂടുന്ന ആരായിട്ടാണ് ഇങ്ങേരുമായിട്ടായിരിക്കും. എൻ്റെ ഭാര്യയേക്കാളും കൂടുതൽ അടി കൂടുന്ന ഇങ്ങേരായിട്ടായിരിക്കും. അപ്പം പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ പ്രിൻസിപ്പിൾസ് നമ്മൾ തമ്മിൽ ചേരുന്നുണ്ട്. അത് നമുക്ക് നേരത്തെ ഗസ് ചെയ്യാൻ പറ്റും, നേരത്തെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാന്ന് നമ്മൾ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ചെയ്യുമ്പോഴും കേരളത്തിലൊരു 8-10 ആശുപത്രി ഉണ്ടാക്കൽ എന്ന് പറയുന്നത് നമ്മൾ മാത്രം വിചാരിച്ചാൽ പറ്റുന്ന കാര്യമൊന്നുമില്ല. 10,000-3,000 കോടിയൊന്നും ഒറ്റയ്ക്ക് നമ്മൾ 2 വ്യക്തികൾ വിചാരിച്ചാൽ റേസ് ചെയ്യാനും പറ്റുന്നില്ല. അത്രയ്ക്കൊരു ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കില്ലതാനും. സോ വി നീഡ് അതേ തോട്ട് പ്രോസസ്സുള്ള ഒരു ഗ്രൂപ്പ് നമുക്ക് വേണം. അങ്ങനെയാണ് നമ്മൾ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സായിട്ട് എവിടേക്കോ നമ്മൾ അലൈൻഡ് ആണ്. നമ്മൾ എന്താണോ വിചാരിക്കുന്ന കാര്യങ്ങൾ, ഇത് ഒരു ഇൻവെസ്റ്റർ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ എപ്പോഴും പണം തിരിച്ചു കിട്ടണം എന്നാണെങ്കിൽ ദാറ്റ് വിൽ ബി എ സ്ട്രെസ് ടു അസ്. അപ്പം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ ആദ്യത്തെ പറയുന്നത് യു ക്രിയേറ്റ് എ സിസ്റ്റം, യു ക്രിയേറ്റ് എ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ, യു ക്രിയേറ്റ് എ ന്യൂ എൻവയൺമെൻറ്റ് ഇൻ യുവർ സ്റ്റേറ്റ്. ഇൻകം വിൽ ഓട്ടോമാറ്റിക്കലി കം. ഇന്ന് വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇൻകം എത്ര വരുന്നു, നമ്മുടെ പ്രോഫിറ്റബിലിറ്റി വരുന്നതല്ല അവർ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് എന്താണ് യുണീക്കായിട്ട് നിങ്ങൾ ആ നാടിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കണ്ണൂർ പോലെ സ്ഥലത്ത് 32 ആഴ്ച കൊണ്ട് ഒരു 32 വിപ്ലവകരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെങ്കിൽ അത് ആ ഓർഗനൈസേഷൻ്റെ ബാക്ക് സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. You mean to say in the area of surgery? In the area of surgery, in the area of service, in the area of clinical expertise, in the area of other employees who are becoming the upcoming leaders. ഇതിനൊക്കെ somebody should be there to invest. So Krishna Institute was kind enough to invest that in this state, Kerala. നമുക്കത് തിരഞ്ഞെടുക്കാൻ പറ്റി, അത് കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റി. അതുകൊണ്ട് തന്നെ വി ആർ പ്രൗഡ് ടു സിറ്റ് ഹിയർ ടു അനൗൺസ് ദ 32 weeks 32 achievements of our first hospital which just started 8 months. ഞാൻ ഇതിന് മുന്നേയുള്ള നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ 8 മാസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന 6 വർഷം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ആ 6 വർഷം കൊണ്ട് എന്താ ചെയ്തിരിക്കുന്നത്? വെറും 32 ആഴ്ച കൊണ്ട് നമ്മുടെ ടീം ഇവിടെ
കൊണ്ടുവരാൻ പറ്റി. ഒരുപാട് പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ കൂടെ വന്നു, യങ് ജനറേഷൻ നമ്മളോട് വർക്ക് ചെയ്യാൻ തുടങ്ങി, പുതിയ പുതിയ ഐഡിയാസ് വന്നു തുടങ്ങി. ഇപ്പം ഞാൻ എപ്പോഴും നമ്മളൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ ഐഡിയാസ് എപ്പോഴും 10 വർഷം പഴക്കമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ ചിന്തിക്കുന്നത് തന്നെ പിന്നെയും ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ ജനറേഷൻ അങ്ങനെയില്ല, അവർക്ക് ഫ്രഷ് തോട്ട്സ് വേണം. ആ ഫ്രഷ് തോട്ട്സിന് അഡ്മിനിസ്ട്രേഷൻ ടീം ഒരിക്കലും റോഡ് ബ്ലോക്ക് ആവാൻ പാടില്ല. ഈ ഒരു പ്രോബ്ലം വിത്ത് ഹെൽത്ത് കെയർ ഇസ് ദാറ്റ് ബാക്കിയുള്ള ഇൻഡസ്ട്രി പോലെ ഇത് ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ് പ്രോഫിറ്റ്സ് ഓർ സംതിങ് വെരി ഇമീഡിയറ്റ്ലി ഔട്ട് ഓഫ് ഇറ്റ്. ഇപ്പോൾ അത് ഇറ്റ്സ് എ വെയിറ്റിംഗ് ഗെയിം. യു ഹാവ് ടു വെയിറ്റ് ഇറ്റ് ഔട്ട്. 3 years 4 years ഒക്കെ എടുക്കും ഫോർ ഇറ്റ് ടു റീച്ച് ഇറ്റ്സ് പീക്ക്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇഫ് യു ഹാവ് എൻ ഐഡിയ എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിലും ദർ ആർ പീപ്പിൾ ഹു ആർ റെഡി ടു ഇൻവെസ്റ്റ്. ബട്ട് അവരൊക്കെ അത്രയ്ക്കൊരു വെയിറ്റിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരാണോ എന്ന് ചോദിക്കുമ്പോൾ വി വർ സ്കെപ്റ്റിക്കൽ. അപ്പോൾ അത് someone who has already been through this. ഇപ്പോൾ as he said, Krishna 99 സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് they know how long it takes and how difficult it is to run a hospital എന്നുള്ളത് അവർക്ക് അറിയാം. And he himself is a doctor. Yes, he knows it. അപ്പോൾ that is how we decided that KIMS would be the right fit for us, because there were very many others who were ready to invest on us. But then what happens is that നമുക്ക് മുകളിൽ ഒരു പ്രഷർ ഉണ്ടാവും ഇമീഡിയറ്റ്ലി. ഓക്കെ, 1 year എത്ര തിരിച്ചു കൊടുക്കണം, 2 years എത്ര തിരിച്ചു, അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ എൻറ്റയർ ഫോക്കസ് വുഡ് പ്യുവർലി ബി ഓൺ നമ്പേഴ്സ്. ആ നമ്പേഴ്സിന് ഫോക്കസ് മാറണമെങ്കിൽ യു നീഡഡ് സമ്മൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് ദിസ് ബിസിനസ്. ഓൾസോ അണ്ടർസ്റ്റാൻഡിങ് ദ ഫാക്ട് ദാറ്റ് ഇപ്പം കിംസ് എന്ന് പറയുന്നത് ഒരു നാഷണൽ, ഒരു ഇന്ത്യൻ ഫേമാണ്. പക്ഷേ ഇപ്പോൾ പുറത്തുനിന്നുള്ള അമേരിക്കൻ അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ഫോറിൻ ഫേംസും ഇവിടെ വന്ന് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലും മെഡിക്കൽ ടൂറിസം എന്നൊരു ആസ്പെക്റ്റിൽ കണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആഗ്രഹിക്കുന്ന കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു വലിയൊരു ഷിഫ്റ്റ്? രണ്ടായിട്ട് കാണാം. മെഡിക്കൽ ടൂറിസം നമ്മുടെ നാടിന് നല്ലതാണ്. ഓക്കെ, സോ മെഡിക്കൽ ടൂറിസം നമ്മുടെ നാടിൻ്റെ ഇൻകത്തെ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വരുന്ന പല കൺട്രീസിലുള്ള ആൾക്കാർ കേരളത്തിൽ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നത്? കേരളം ഒരു കോസ്റ്റ് എഫക്റ്റീവ് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സെൻറ്റേഴ്സാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ UK ഒരു MRI എടുക്കാൻ 8 മാസം വെയിറ്റ് ചെയ്യണം. കേരളത്തിൽ വന്നാൽ അതിവേഗത്തിൽ MRI എടുത്തെടുക്കാം, ഡയഗ്നോസ് ചെയ്യപ്പെടും, ട്രീറ്റ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കും. അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ കേരളത്തിൽ ഡിപ്പെൻഡ് ചെയ്തു. അത് നന്നായിട്ട് കേരളത്തിൽ ചെയ്തോടെ ഇനിയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. മറ്റേത് സെക്കൻഡറി. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. അത് ചിലപ്പം ഒരു പർട്ടിക്കുലർ ഡോക്ടർ തുടങ്ങിയതായിരിക്കാം. അവർക്ക് ചിലപ്പം ഒരു ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് എങ്ങനെ അത് ടേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അടുത്ത ജനറേഷൻ അത് ടേക്കപ്പ് ചെയ്യാൻ ഉണ്ടാവില്ല. ആ ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന പോലെയുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇന്ന് നമ്മൾ കേരളത്തിൽ കാണാൻ തുടങ്ങുന്നത്. എനിക്കൊന്ന് അർജുനായിരിക്കും അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ആൾ. അത് ഇന്ത്യയിൽ ഓൾവേസ് ദർ ഇസ് സംതിങ് വിച്ച് അട്രാക്ട്സ് പീപ്പിൾ. 20 years back it was IT. ഇപ്പോൾ അത് മേ ബി ഹെൽത്ത് കെയർ ആണ്. ഇറ്റ്സ് ജസ്റ്റ് നോട്ട് കേരളത്തിൽ മാത്രമായിട്ട് റിസ്ട്രിക്റ്റഡ് അല്ല. എവ്രിവെയർ ഇൻ ഇന്ത്യ പീപ്പിൾ ആർ പിക്കിംഗ് ഇറ്റ് അപ്പ്. അതൊരു പേഷ്യന്റിന്റെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു ഷിഫ്റ്റാണ്. ഇപ്പോൾ എങ്ങനെ നോക്കിയാലും ലാസ്റ്റ് 2-3 years ആവറേജ് ആയിട്ട് കഴിഞ്ഞാലും യുവർ ഹെൽത്ത് കെയർ ഇൻഫ്ലേഷൻ ഇസ് അറ്റ് 14%. അതായത് ഒരു സർജറിക്ക് ഞാനിപ്പോൾ 1000 രൂപ സ്പെൻഡ് ചെയ്താൽ എവറി ഇയർ അതിനൊരു 14% ആണ് അതിൻ്റെ ഇൻക്രിമെൻ്റൽ ആയിട്ട് കാണുന്നത് കോസ്റ്റ്, ജസ്റ്റ് ദ കോസ്റ്റ് ടു ഇറ്റ്. വേറസ് നമ്മുടെ നോർമൽ ഇൻഫ്ലേഷൻ ഇസ് അറ്റ് 4-5%. വേറസ് ഹെൽത്ത് കെയർ ഗ്രോ ചെയ്യുന്നത് 15%, and it is expected to remain like that for the next 2-3 years. That's a lot. That is a lot. അപ്പോൾ ദാറ്റ് ഈസ് വെയർ ഈ ബാലൻസ് കൊണ്ടുവരാനുള്ള പ്രോബ്ലം കംസ് ഇൻ. ബിക്കോസ് യു നോ ദാറ്റ് നമുക്കെന്ന് വെച്ചാൽ ഇത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഡോക്ടേഴ്സ് ഓർ ദ ഫെസിലിറ്റി. ഇതിൽ കുറേ കൺസ്യൂമബിൾസ് വേണ്ടി വരും, മെഡിസിനൊക്കെ വേണ്ടി വരും. വേറെ അതിൻ്റെ കോസ്റ്റ് കൂടിയ യു ഡോണ്ട് ഹാവ് ആൻ ഓപ്ഷൻ. യു ഹാവ് ടു പേ ഇറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഫ്രം ദം. അപ്പോൾ നമ്മൾ certain ഏരിയയിൽ വി ബിക്കം കൺസ്ട്രെയിൻഡ് ആസ് ടു ഹൗ ഡു യു ബാലൻസ് ഇറ്റ് ഔട്ട്. ദാറ്റ് ഈസ് വെർ ദ ചാലഞ്ചസ്. ദറ്റ് ഈസ് എ ഗുഡ് ചാലഞ്ച് ടു ഹാവ്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് വന്നാലാണ് ദർ ഈസ് ഓൾസോ എ പോസിറ്റീവ് സൈഡ് ടു ഇറ്റ്. നമ്മളെല്ലാം നെഗറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ദ പോസിറ്റീവ് സൈഡ് ടു ഇസ് ദാറ്റ് ദേ വിൽ ഇൻവെസ്റ്റ് ഇൻ ടു ന്യൂ ടെക്നോളജീസ്. ഓഫ്കോഴ്സ് ഇവർക്ക് എല്ലാവർക്കും there is a motive. For us, any business without profit, it is definitely not sustainable. നിങ്ങൾക്ക് നാളെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിലും യു നീഡ് എ പ്രോഫിറ്റ് റൈറ്റ് നൗ ഫോർ യു ടു ഇൻവെസ്റ്റ് അറ്റ് എ ലേറ്റർ സ്റ്റേജ്. സോ മേക്കിംഗ് പ്രോഫിറ്റ് ഇസ് നോട്ട് എ ബാഡ് തിങ്. ബട്ട് ഗ്രീഡ് ഫോർ ദ പ്രോഫിറ്റ് ഇസ് വെയർ ദ ഡിഫറൻസിയേഷൻ കംസ് ഇൻ. എവിടെയാണ്, ടു വാട്ട് എക്സ്റ്റെൻറ്റ്. There is always a potential in healthcare because healthcare and education people don't compromise. So it is അവിടെ ഒരു പേഷ്യൻ്റ് എന്ന നിലയ്ക്ക് ഐ തിങ്ക് എൻ്റെ ഒരു സേഫ് ഗാർഡ് ചെയ്യാനുള്ള എൻ്റെ റൈറ്റ്സും എൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവാതിരിക്കാനുള്ള
സാധ്യതകൾ കൂടി വരികയാണ്. ഓൾ സെഡ് ആൻഡ് ഡൺ, യെസ് ഓൾ ദോസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. സോ ഹൗ ക്യാൻ ഐ ഡിഫെൻഡ് മൈ സെൽഫ്? ബട്ട് ഇറ്റ് വിൽ ബിക്കം മോർ ട്രാൻസ്പാരൻറ്റ്. അതുകൊണ്ട് ബിക്കോസ് നാളെ ഇപ്പോൾ ഇങ്ങനത്തെ ഇത് വരുമ്പോഴത്തേക്കും മോർ ആൻഡ് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്കും ഈ കൂടുതൽ ഓർഗനൈസേഷൻസ് വുഡ് മൂവ് ടുവേർഡ്സ് an IT related kind of sting or whatever it is. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർ ഉണ്ട്, ഒരു പ്രൊഫൈൽ ഉണ്ട്. ഇപ്പം ബാക്കി വേറെ ഹോസ്പിറ്റൽസ് മേ ബി ഒരു വെബ്സൈറ്റോ അങ്ങനത്തെ ബീങ് വെരി എന്താ പറയുക വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ. ഇപ്പം ദയർ ഇറ്റ്സെൽഫ് യു വിൽ നോ ഓക്കെ ഹൂ ദിസ് ഡോക്ടർ ഇസ്, എവിടെ നിന്നാണ് ഇത് ചെയ്തത്, വാട്ട് ഈസ് ഹിസ് ട്രാക്ക് റെക്കോർഡ്, ഫോർ യു ടു ടേക്ക് ആൻ ഇൻഫോംഡ് ഡിസിഷൻ. അപ്പോൾ പിന്നെ എല്ലാം ഇപ്പോൾ ഡിജിറ്റലി ദിൽ മേക്ക് ഇറ്റ് അവൈലബിൾ ടു യു. എന്തായിരുന്നു നിങ്ങളുടെ ട്രീറ്റ്മെന്റ് സമ്മറി, വാട്ട് ആർ ദ മെഡിസിൻസ് ദാറ്റ് യു വർ ഗിവൻ. And you will also need insurance. Yeah, that is for sure. I think insurance is unavoidable ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല. Just like providing education to your kid എന്നുള്ള പോലെ it is very important that you get yourself insured. Because ഇനി വരാനുള്ള പ്രോബ്ലം മോസ്റ്റ്ലി എന്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ദ ഇൻഷുറൻസ് ഇറ്റ്സെൽഫ്. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഓൾറെഡി അത് ആയി വന്നിട്ടുണ്ട്. റിജക്ഷൻസ് ഉണ്ട്, നമ്പർ ഓഫ് amount that gets paid is very less, predatory pricing ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഈ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുതൽ വന്നും ഇൻഷുറൻസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പ്രൈസ് ഒരു ബാലൻസിലേക്ക് എത്തും. വാട്ട് എവർ ഇസ് ഹൈ നൗ ഇറ്റ് വിൽ ഗെറ്റ് ഡൗൺ. പിന്നെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ടാവും. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ സാറിന്റെ തന്നെ ഇപ്പോൾ കാർഡിയോളജി തന്നെയാണ്. പ്രൈസ് ഓഫ് ആൻജിയോപ്ലാസ്റ്റി 10 years മുമ്പ് എന്തായിരുന്നു അതിൽ കുറവാണ് ഇപ്പോൾ. സിമിലർലി TKR-ഉം THR-ഉം ഒക്കെ 10 കൊല്ലം മുമ്പ് എന്തായിരുന്നു റേറ്റ് അതിനേക്കാൾ കുറവിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബീങ് ഗോയിങ്. എനിക്ക് തോന്നുന്നു അത് ഇപ്പം ഓരോ കാര്യങ്ങളിൽ ക്യാപ്പിംഗ് കൊണ്ടുവരും. ഇപ്പോൾ സ്റ്റെൻറ്റ് വർഷങ്ങൾക്ക് മുന്നേ സ്റ്റെൻറ്റിന് നമുക്ക് ഒരു MRP ചാർജ് ആയിരുന്നു എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് സ്റ്റെൻറ്റിന് ക്യാപ്പിംഗ് കൊണ്ടുവന്നു. ഇത്ര രൂപയ്ക്കുള്ളിൽ സ്റ്റെൻറ്റ് ചാർജ് ചെയ്യാൻ പാടില്ല. TKR ഇംപ്ലാന്റ്സ് അതുപോലെ കൊണ്ടുവന്നു. ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ അത് ബാക്കി കാര്യങ്ങൾ ചെയ്തു. പിന്നെ വേറൊരു വലിയ ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന കാര്യം പറഞ്ഞു. ഇൻവെസ്റ്റ്മെൻറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. നെഗറ്റീവ് ഇത്രയേ ഉള്ളൂ, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ പ്രോഫിറ്റിന് വേണ്ടി മാത്രം ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഓടിക്കാൻ പാടില്ല. ഓടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ജനങ്ങൾക്ക് ബേർഡനായിട്ട് തന്നെ മാറും. പ്രോഫിറ്റ് വരണം, പക്ഷെ പ്രോഫിറ്റിന് വേണ്ടി മാത്രം ഡ്രൈവ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ഇതൊക്കെ പറയെങ്കിലും ഇപ്പം കാത്ത് ലാബ്, ലിനാക്, അതേപോലെ റോബോട്ടിക്സ്, ഇതിനൊക്കെ വിദേശ രാജ്യങ്ങൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി അടക്കം അടച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇതിനെല്ലാം കോസ്റ്റ് ഉണ്ടാകും. മേ ബി ഒരു 5 കോടി മുതൽ 15 കോടിയോ 20 കോടിയോ വരെയുള്ള ഒരുപാട് റേഞ്ച് ഓഫ് എക്യുപ്മെന്റ്സ് ഉണ്ട്. ടെക്നോളജി അഡ്വാൻസ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്ന എക്യുപ്മെന്റ് കോസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റിൽ ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതിൻ്റെ കോസ്റ്റ് എത്രത്തോളം നമ്മൾ പുറത്തുനിന്ന് വരുത്തുന്നതിനേക്കാളും കുറവ് ചെയ്യാൻ പറ്റുന്നോ, അത് നമുക്ക് സാധാരണക്കാർക്ക് ഗുണപ്രദമാവുന്ന രീതിയിൽ ഈ ഇൻവെസ്റ്റ്മെന്റ്സ് മാറ്റാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അതിന് കാര്യക്ഷമമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ എന്ന കൺസെപ്റ്റ് തന്നെ ഹെൽത്ത് കെയറിലേക്ക് കൊണ്ടുവന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. മേ ബി അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന സാഹചര്യം വരും. ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വിഷൻ എന്താണ്? നിങ്ങളുടെ എന്താണ് ഒരു ലോങ് ടേം വിഷൻ മാത്രമല്ല, ഒരു ഗോൾ എന്ന നിലയ്ക്ക് നിങ്ങൾ എന്താണ് കാണുന്നത് ഫോർ ദിസ് ഇൻ ദിസ് സെക്ടർ ദാറ്റ് യു വർക്ക് ഇൻ? ഐ വിൽ സ്റ്റാർട്ട് വിത്ത് യു അർജുൻ, the number man. See, എനിക്ക് ഓൾവേസ് ഈ പറഞ്ഞ പോലെ പ്രിഫറൻസ് ഓൾവേസ് വുഡ് ബി അറ്റ് നമ്പേഴ്സ്, ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് യു ബീൻ ഡൂയിങ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 3000 beds over a period of 5 years is what you're looking at. Of course, you're not putting a number as to what would be a revenue or a profit. നമ്മൾ ബേസിക് നോക്കുന്നത് ആ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷൻ ആണ്. 3000 beds and 6 to 8 hospitals is our number that Doctor, we're looking at. നമുക്ക് ഒരു പേഷ്യൻ്റ് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു അഫോർഡബിൾ കോസ്റ്റിന് ചെയ്യാൻ പറ്റണം. അതേസമയത്ത് എല്ലാ ടെക്നോളജിയും വേൾഡിലുള്ള എല്ലാ പുതിയ ടെക്നോളജിയും ഉപയോഗിക്കാനും പറ്റണം. അപ്പോൾ അത് ഒരു മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് നമുക്ക് അതിനുള്ള ഒരു ഫ്രീഡം വേണം. അത് ചെയ്യാൻ പറ്റണം. എല്ലാ കാറ്റഗറി പേഷ്യൻ്റ് ട്രീറ്റ് ചെയ്യാൻ പറ്റണം. എല്ലാ ന്യൂവർ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാൻ പറ്റണം. ആൻഡ് ബെസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കണം. കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളിലെ ഹോസ്പിറ്റൽസ് കൊണ്ടുവരിക. ഇപ്പം 8 മാസം മുന്നേ നമ്മൾ തുടങ്ങിയ കണ്ണൂരിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്തതിലും 8 മാസം കൊണ്ട് ഇന്ന് കേരളത്തിൽ 2 ഹോസ്പിറ്റൽസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. 2 ഹോസ്പിറ്റൽസും ഈ പറയുന്ന പോലെ എല്ലാ ടെക്നോളജിയും ഏറ്റവും നല്ല ഡോക്ടേഴ്സും ടീമിനെയും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത 6 മാസത്തിൽ തൃശ്ശൂരിൽ നമ്മളൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ അത് കഴിഞ്ഞാൽ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം അതേപോലെയുള്ള ജില്ലകളിലും കൂടി ഹോസ്പിറ്റൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഒരു 5 years കൊണ്ട് 3000 beds ഉണ്ടാക്കുക, ഒരു 15,000 ആൾക്കാർക്ക് വരെ പുതിയ ജോലി സാധ്യതകൾ ഉണ്ടാക്കുക. ഈ പറയുന്ന പോലെ കേരളത്തിലെ സാധാരണക്കാർക്കടക്കം ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്, ഏറ്റവും നല്ല
ടെക്നോളജി കേരളത്തിൽ കൊണ്ടുവരിക, അതിൽ പുതിയൊരു ആരോഗ്യ മേഖലയിൽ തന്നെ ഒരു പുതിയൊരു മാറ്റം സൃഷ്ടിക്കുക എന്ന് മാത്രമാണ്. ഐ തിങ്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാലും എത്ര പ്ലെയേഴ്സ് വന്നാലും ദ ലോവസ്റ്റ് കോമൺ ഡിനോമിനേറ്റർ വിച്ച് ഇസ് ദ കോമൺ മാൻ, ദ കോമൺ പേഴ്സൺ, അവർക്ക് കൂടുതൽ പോസിറ്റീവ്സ് ഉണ്ടായിരിക്കണം ഇൻസ്റ്റെഡ് ഓഫ് നെഗറ്റീവ്സ്. ആൻഡ് ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ഗോൾ. ദ അൾട്ടിമേറ്റ് ഗോൾ ഇസ് ടു എൻഷുർ എ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് without compromising on their financial strength. And thank you so much നിങ്ങളുടെ വാല്യുബിൾ ഇൻസൈറ്റ്സ്. കാരണം ഇന്ന് ഈ ഹെൽത്ത് ഇൻഡസ്ട്രിയെക്കുറിച്ച് ഒട്ടും തന്നെ അറിയാത്ത ഒരാളാണ് ഞാൻ. നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു മെഡിസിൻ വാങ്ങിക്കാനോ ഡോക്ടറിനെ കണ്ടിട്ടുള്ള ശീലമുള്ളൂ, അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണെന്നുള്ള അറിയില്ല. So I got a lot of valuable intakes from this conversation. Thank you so much for being a part of the show, and I hope you also had a lot of takeaways. Thank you. Thank you.